ടെക്കിൻഫോ കഫേയുടെ മറ്റൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇന്ന് നമ്മളിവിടെ പറയാൻ പോകുന്നത് ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചാണ്. അതായത് മലയാളികൾ ഏറ്റവും കൂടുതൽ സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുന്ന ഒരു വെബ്സൈറ്റാണ് ഡേറ്റിംഗ് വെബ്സൈറ്റുകളും അതുപോലെ ഡേറ്റിംഗ് ആപ്ലിക്കേഷനും. ഇത് ഞാൻ പറഞ്ഞല്ല, ഗൂഗിൾ തന്നെ പറഞ്ഞാണ്. ഏറ്റവും കൂടുതൽ ആൾക്കാർ സെർച്ച് ചെയ്യുന്നത് ഡേറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ചും ഡേറ്റിംഗ് വെബ്സൈറ്റിനെ കുറിച്ചാണ്. അപ്പോൾ നിങ്ങൾ ഈ ഡേറ്റിംഗ് ആപ്ലിക്കേഷനും ഡേറ്റിംഗ് വെബ്സൈറ്റ് യൂസ് ചെയ്യുന്നതിന് മുമ്പ് നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട കുറച്ച് ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള കാര്യങ്ങളുണ്ട്. അതുപോലെ ഇതുപോലുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് ചതിക്കുഴിയിൽ വീഴുന്ന നിരവധി ആൾക്കാർക്ക് വേണ്ടിയാണ് ഞാൻ ഈ വീഡിയോ ചെയ്യുന്നത്. നിങ്ങൾ ഈ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുമ്പ് ഈ കാര്യങ്ങൾ അറിഞ്ഞു വെക്കുക. അതുപോലെ ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിരവധി ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ ലഭ്യമാണ്. ഇവയിൽ ഒളിഞ്ഞിരിക്കുന്ന ചതിക്കുഴികൾ എന്തൊക്കെയാണെന്നുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങളാണ് ഞാൻ പറയാൻ പോകുന്നത്. അതുപോലെ ഇപ്പോൾ ആൻഡ്രോയിഡ് ആപ്ലിക്കേഷനിൽ ഏറ്റവും ടോപ്പായിട്ട് നിൽക്കുന്ന ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഉണ്ട്. ആ ഡേറ്റിംഗ് ആപ്ലിക്കേഷന്റെ ഒരു റിവ്യൂ ആണ് നമ്മളിവിടെ ചെയ്യാൻ പോകുന്നത്. അപ്പോൾ ഈ വീഡിയോ ഇഷ്ടപ്പെടുവാണെങ്കിൽ എൻ്റെ യൂട്യൂബ് ചാനൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്ത് തൊട്ടടുത്ത് ബെൽ ബട്ടൺ ക്ലിക്ക് ചെയ്യുകയാണെങ്കിൽ ഞാൻ ഇടുന്ന ഇതുപോലത്തെ കിടിലൻ ആപ്ലിക്കേഷൻ റിവ്യൂ ആൻഡ് ടെക്നോളജി റിലേറ്റഡ് വീഡിയോസ് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ്. അല്ലെങ്കിൽ ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഒരു വസ്തുതയുണ്ട്. ഇതുപോലുള്ള എല്ലാ ഡേറ്റിംഗ് ആപ്ലിക്കേഷനും ഒരു ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി മോഷണം ചെയ്യപ്പെടുന്ന ആപ്ലിക്കേഷൻസ് ആണ്. ഉദാഹരണം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഒരു ഐഡന്റിറ്റി, അതായത് നിങ്ങൾ ഒരു ആപ്ലിക്കേഷൻ്റെ അകത്ത് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ ആ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങളുടെ ഐഡന്റിറ്റി ആയിരിക്കും കൊടുക്കുന്നുണ്ടായിരിക്കുക. പക്ഷേ ഈ ആപ്ലിക്കേഷൻസ് എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ ഈ ഐഡന്റിറ്റി മോഷണം ചെയ്തിട്ട് ഇത് മറ്റൊരാൾക്ക് കൊടുക്കും. അപ്പോൾ മറ്റൊരാൾ ഈ ഐഡന്റിറ്റി വെച്ച് വേറൊരു അക്കൗണ്ട് ഉണ്ടാക്കും. അത് ഈ ആപ്ലിക്കേഷനിൽ തന്നെ ആയിരിക്കണമെന്നില്ല. കാരണം നിങ്ങളുടെ ഡീറ്റെയിൽസ് ചോർത്തിയെടുക്കാൻ വേണ്ടിയുള്ള ആപ്ലിക്കേഷൻസ് ആണ് ഇതുപോലത്തെ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ്. പിന്നെ ഒരു കാര്യം പറയുകയാണെങ്കിൽ, നിങ്ങൾ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസിന്റെ അകത്ത് ലോഗിൻ ചെയ്ത് നിങ്ങൾ സെർച്ച് ചെയ്ത് കഴിഞ്ഞാൽ നിങ്ങളുടെ ഏരിയയിലുള്ള ഒരാളെ പോലും നിങ്ങൾക്ക് കണ്ടുകിട്ടാൻ സാധിക്കില്ല. ഉദാഹരണം, നിങ്ങൾ എറണാകുളത്ത് ഇരുന്ന ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ലോഗിൻ ചെയ്ത് നിങ്ങൾ ഡേറ്റിങ്ങിന് വേണ്ടി സെർച്ച് ചെയ്തുകൊണ്ടിരിക്കുമ്പോൾ നിങ്ങൾക്ക് കിട്ടുന്നത് ചിലപ്പോൾ മഹാരാഷ്ട്ര, മുംബൈ തുടങ്ങിയ സംസ്ഥാനങ്ങളിലെ ആളുകളായിരിക്കും. അതായത് നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ആളെ പോലും നിങ്ങൾക്ക് കാണാൻ സാധിക്കുകയില്ല. ഞാൻ 100% ഉറപ്പ് വരുന്നു, ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ്റെ അകത്തും നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളെ പോലും കാണിച്ചു തരില്ല. ഏകദേശം 20 തൊട്ട് അല്ലെങ്കിൽ 15 വയസ്സ് തൊട്ട് മൊബൈൽ ഫോൺ യൂസ് ചെയ്യുന്ന എല്ലാ കുട്ടികളും യൂസ് ചെയ്യുന്ന ഒരു ആപ്ലിക്കേഷൻസ് ആണ് ഈ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻസ്. കാരണം അവർക്ക് ഭയങ്കര ക്യൂരിയോസിറ്റിയാണ് ഇതിനെക്കുറിച്ച് അറിഞ്ഞു കഴിയുമ്പോൾ. കാരണം അതുപോലെയാണ് നമ്മുടെ സോഷ്യൽ മീഡിയയിൽ ഇതിനെക്കുറിച്ചുള്ള പരസ്യങ്ങളൊക്കെ വരുന്നത്. കാരണം യൂട്യൂബ് അല്ലെങ്കിൽ ഫേസ്ബുക്ക്, ഇൻസ്റ്റാഗ്രാം ഒക്കെ എടുക്കുകയാണെങ്കിൽ തന്നെ നിരവധി പരസ്യങ്ങളാണ് ഡേറ്റിംഗ് ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് കാണാൻ സാധിക്കുന്നത്. കാരണം അത് അവർക്ക് റവന്യൂ കിട്ടിയിട്ട് അവരത് പ്രൊമോട്ട് ചെയ്ത് നമ്മളെ അല്ലെങ്കിൽ കുട്ടികളെ ഇതിലേക്ക് ചാടിക്കാനാണ് നോക്കുന്നത്. ദൈവത്തോട് നിങ്ങൾ അതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യില്ല. അതുപോലത്തെ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട അവസാനം വരെ കാണണം. കാരണം ഇതുപോലുള്ള ആപ്ലിക്കേഷന്റെ ഏറ്റവും വലിയ പ്രശ്നങ്ങളും എന്തുകൊണ്ടാണ് ഈ ആപ്ലിക്കേഷൻ ഉപയോഗിക്കില്ലെന്ന് ഞാൻ പറയുന്നതിനുള്ള കാരണവും നിങ്ങൾക്ക് ഈ വീഡിയോയിലൂടെ നിങ്ങൾക്ക് മനസ്സിലാവും. നിങ്ങൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുമ്പോൾ നിങ്ങൾ ജസ്റ്റ് ഗൂഗിളിൽ കയറി ഡേറ്റിംഗ് ആപ്സ് പ്രോബ്ലംസ് ഒന്നും ജസ്റ്റ് ഒന്ന് അടിച്ചു കൊടുക്കുക. ഫസ്റ്റ് തന്നെ വരുന്നത് ഐഡന്റിറ്റി തെഫ്റ്റ് എന്നായിരിക്കും. കാരണം ഗൂഗിൾ തന്നെ പറയുന്നുണ്ട് ഇതുപോലുള്ള ആപ്ലിക്കേഷൻസ് ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഐഡന്റിറ്റി തെഫ്റ്റ് എന്ന് ഞാൻ പറഞ്ഞതെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങളുടെ ഐഡന്റിറ്റി മോഷണം ചെയ്യപ്പെടുന്നു. കാരണം നിങ്ങൾ ആ ആപ്ലിക്കേഷൻ ഇത് രജിസ്റ്റർ ചെയ്ത് നിങ്ങളുടെ ഡീറ്റെയിൽസ് ഒക്കെ എൻ്റർ ചെയ്ത് ഒന്നില്ലെങ്കിൽ ഫോൺ നമ്പറോ ഇമെയിൽ ഐ ഡിയോ കൊടുത്തായിരിക്കും നിങ്ങൾ ലോഗിൻ ചെയ്യുന്നത്. ഈ ഡീറ്റെയിൽ മറ്റൊരു സ്ഥലത്തോട്ട് മറ്റൊരാൾക്ക് അയച്ചു കൊടുത്തിട്ട് അയാൾക്ക് നിങ്ങളുടെ ഐഡന്റിറ്റിയിൽ ഒരു അക്കൗണ്ട് ക്രിയേറ്റ് ചെയ്യാൻ പറ്റുന്നു. നിങ്ങൾ ഏതൊരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ എടുത്ത് നോക്കിക്കഴിഞ്ഞാലും അതിൽ ഒരു ഒറിജിനൽ ആയിട്ടുള്ള ആളായിരിക്കില്ല. കാരണം അവരുടെ ഫോട്ടോയോ അല്ലെങ്കിൽ അവരുടെ അഡ്രസ്സോ കളക്ട് ചെയ്തിട്ട് അവരുടെ ഫേക്ക് ആയിട്ടുള്ള ഒരു അക്കൗണ്ട് ആയിരിക്കും ക്രിയേറ്റ് ചെയ്യുള്ളൂ. പിന്നെ വേറൊരു വസ്തുത എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങളൊരു ഡേറ്റിംഗ് ആപ്പ് എറണാകുളത്ത് ഇരുന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ തൊട്ടടുത്തുള്ള ഫ്രണ്ട്സിനെയോ അല്ലെങ്കിൽ ആരെങ്കിലും ചാറ്റ് ചെയ്യാനായിരിക്കും നിങ്ങൾ ഉദ്ദേശിക്കുന്നത്. പക്ഷേ ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ നിങ്ങൾ രജിസ്റ്റർ ചെയ്ത് കഴിഞ്ഞ് കഴിഞ്ഞാൽ നിങ്ങളുടെ തൊട്ടടുത്ത് കിടക്കുന്ന ഒരാളെ പോലും കാണിച്ചു തരില്ല. ഉദാഹരണം, നിങ്ങൾ എറണാകുളത്ത് നിന്ന് രജിസ്റ്റർ ചെയ്ത് നിങ്ങൾക്ക് കിട്ടുന്ന മഹാരാഷ്ട്ര, രാജസ്ഥാൻ അല്ലെങ്കിൽ ബോംബെ, ബാംഗ്ലൂർ അങ്ങനെയൊക്കെയുള്ള സ്ഥലങ്ങളിലായിരിക്കും നിങ്ങൾക്ക് കിട്ടുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് മനസ്സിലാക്കാം ഇതുപോലുള്ള ഫേക്ക് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യരുത്. കാരണം നിങ്ങളുടെ സ്വകാര്യതയെ ചൂഷണം ചെയ്യുന്ന ആപ്ലിക്കേഷൻസ് ആണ് ഇതുപോലത്തെ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ. എന്റെ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും 1% നിങ്ങൾക്ക് നല്ല ആശയം അല്ലെങ്കിൽ ഇൻഫർമേഷൻ കിട്ടുകയാണെങ്കിൽ എന്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുക. നിങ്ങൾക്ക് ഏതെങ്കിലും ഒരു ആപ്ലിക്കേഷനെ കുറിച്ച് അറിയാൻ ആഗ്രഹമുണ്ട്, അല്ലെങ്കിൽ ഏതെങ്കിലും പ്രൊഡക്റ്റിനെ കുറിച്ച് എന്തെങ്കിലും ടെക്നോളജി റിലേറ്റഡ് ആയിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾക്ക് അറിയാനുണ്ടെങ്കിൽ എൻ്റെ വീഡിയോയുടെ താഴെ കമന്റ് ചെയ്യുകയാണെങ്കിൽ അതിനെക്കുറിച്ചുള്ള ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ ചെയ്യുന്നതായിരിക്കും. അപ്പോൾ ഈ പറയുന്ന ആപ്ലിക്കേഷനെ കുറിച്ച് നമുക്ക് ഡീറ്റെയിൽ ആയിട്ടൊന്ന് പരിചയപ്പെടാം. അത് നമുക്ക് നമ്മുടെ ഫോണിൽ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ പ്രോബ്ലംസും അതിന്റെ ഡിസ്അഡ്വാൻറ്റേജ് എല്ലാം ഞാൻ നിങ്ങളെ ഡീറ്റെയിൽ ആയിട്ട് പറഞ്ഞു തരുന്നതാണ്. അപ്പോൾ വീഡിയോ സ്കിപ്പ് ചെയ്യാണ്ട് അവസാനം വരെ നിങ്ങൾ കാണുക. ആപ്ലിക്കേഷനായ അതായത് ഡേറ്റിംഗ് ആപ്ലിക്കേഷനായ ഹാപ്പനെ കുറിച്ചാണ്. അപ്പൊ നമുക്ക് ആ ആപ്ലിക്കേഷനെ കുറിച്ച് എന്ന് പറയാം. അതായത് ആൻഡ്രോയിഡ് ആപ്ലിക്കേഷൻ്റെ അകത്ത് ഏറ്റവും ടോപ്പിൽ നിൽക്കുന്ന ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷനാണ് ഹാപ്പൻ എന്ന് പറയുന്നത്. അതായത് ഇതൊരു പെയ്ഡ് സൈറ്റ് ആണെങ്കിലും നമുക്കൊരു ഫ്രീ മെമ്പർഷിപ്പ് ആണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്.
happn.com എന്നതാണ് ഇവരുടെ വെബ്സൈറ്റിന്റെ നെയിം. ഏകദേശം $9.9 ആണ് ഇവരുടെ സൈറ്റിന്റെ മെമ്പർഷിപ്പ് അല്ലെങ്കിൽ പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കുന്നതിനുള്ള തുക. ഏകദേശം ആവറേജ് ലോഗിൻ ടൈം അല്ലെങ്കിൽ ആവറേജ് രജിസ്ട്രേഷൻ ടൈം എന്ന് പറയുന്നത് ഇവരുടെ ആപ്ലിക്കേഷന്റെ 3 മിനിറ്റ് ആണ്. അതായത് ഈ 3 മിനിറ്റ് ആണ് നമുക്ക് ഇവരുടെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യാൻ തുടങ്ങുന്നത് വരെയുള്ള ടൈം എടുക്കുന്നത് ഏകദേശം 3 മിനിറ്റ് എന്നാണ് ഇവർ പറയുന്നത്. 2014 ഫെബ്രുവരിയിലാണ് ഈ ആപ്ലിക്കേഷൻ ലോഞ്ച് ചെയ്യുന്നത്. ഈ ആപ്ലിക്കേഷൻ iOS, ആൻഡ്രോയിഡ് അതുപോലെ വിൻഡോസ് ഫോണുകളിൽ യൂസ് ചെയ്യാൻ പറ്റും എന്നാണ് ഈ കമ്പനി പറയുന്നത്. ഏകദേശം 4 സ്റ്റാർ റേറ്റിംഗും 1.5 മില്യൺ റിവ്യൂവും ഈ ആപ്ലിക്കേഷന് കിട്ടിയിട്ടുണ്ട്. ഇവർ ഓഫർ ചെയ്യുന്ന മെമ്പർഷിപ്പ് പീരീഡ് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ 1 മന്ത്, 3 മന്ത്, 6 മന്ത്, 1 ഇയർ മെമ്പർഷിപ്പുകളാണ് ഇവർ പ്രൊവൈഡ് ചെയ്യുന്നത്. അപ്പോൾ ഇതുപോലെ മെമ്പർഷിപ്പുകൾ എടുത്ത് ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ നിങ്ങൾ ഉറപ്പായിട്ടും എല്ലാ ഡീറ്റെയിലും അറിഞ്ഞിരിക്കണം. കാരണം ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഉദ്ദേശിക്കുന്നതെല്ലാം ഐഡന്റിറ്റി തെഫ്റ്റ് ആണെന്ന് ഞാൻ ഇപ്പോഴേ തന്നെ പറഞ്ഞിരിക്കാം. അതിനൊരു 100% ഞാൻ ഉറപ്പ് തരുന്നു. നിങ്ങൾ എവിടെ നോക്കിയാലും എവിടെ സെർച്ച് ചെയ്ത് നോക്കിയാലും നിങ്ങൾക്ക് മനസ്സിലാവും ഐഡന്റിറ്റി തെഫ്റ്റ് ആണ്. ഈ ഐഡന്റിറ്റി തെഫ്റ്റ് അല്ലാത്ത ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷനും ഇപ്പോൾ നിലവിലില്ല. പിന്നെ നിങ്ങൾക്ക് ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യണമെന്നാണെങ്കിൽ നിങ്ങളുടെ റിസ്കിൽ തന്നെ യൂസ് ചെയ്യാം. അതുപോലെ ഈ ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ എങ്ങനെ യൂസ് ചെയ്യേണ്ടതെന്നും ഇത് എങ്ങനെ ഡൗൺലോഡ് ചെയ്ത് ഇതിലെ ഡീറ്റെയിൽ ആയിട്ടുള്ള കാര്യങ്ങൾ നമുക്ക് നോക്കാം. അപ്പൊ നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്ത് അതിന്റെ ബാക്കി ഡീറ്റെയിൽസ് ഒക്കെ നമുക്കൊന്ന് നോക്കാം. അപ്പോൾ ഞാൻ ഇപ്പോഴും പറയുന്നു, ഇതുപോലത്തുള്ള ആപ്ലിക്കേഷൻ നിങ്ങൾ യൂസ് ചെയ്യുന്നുണ്ടെങ്കിൽ അത് എല്ലാം സ്റ്റോപ്പ് ചെയ്തുകൊള്ളുക. നിങ്ങളുടെ ഐഡന്റിറ്റി നഷ്ടപ്പെടും. അതുപോലെ നിങ്ങൾക്ക് ചതിക്കുഴിയിലാവാനുള്ള ചാൻസുകൾ 100% ഉറപ്പാണ്. ഇതുപോലത്തെ ആപ്ലിക്കേഷനിൽ നിന്ന് ഒരിക്കലും നല്ലതുണ്ടാവത്തില്ല. അപ്പോൾ നമുക്ക് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിലെ ബാക്ക് ഡീറ്റെയിൽസ് നമുക്ക് ചെക്ക് ചെയ്യാം. അതായത് ആ ആപ്ലിക്കേഷന്റെ ഡിസ്അഡ്വാൻറ്റേജ് എന്തൊക്കെയാണെന്ന് ഞാൻ നിങ്ങൾക്ക് കറക്റ്റ് ആയിട്ട് പറഞ്ഞു തരാം. അപ്പോൾ നമുക്ക് വീഡിയോയിലേക്ക് പോകാം. കുട്ടികൾ ഈ ആപ്ലിക്കേഷൻ യൂസ് ചെയ്ത് മാതാപിതാക്കൾ അറിയാണ്ട് അവരുടെ അക്കൗണ്ടിൽ നിന്നും പൈസ എടുത്താണ് ഇവർ ഈ മെമ്പർഷിപ്പുകൾ എടുക്കുന്നത്. കുട്ടികൾ അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്, അല്ലെങ്കിൽ മാതാപിതാക്കൾ അറിയേണ്ട ഏറ്റവും വലിയൊരു കാര്യമുണ്ട്. ഇതുപോലുള്ള മെമ്പർഷിപ്പുകൾ എടുത്തു കഴിഞ്ഞാൽ ഇത് ഓട്ടോമാറ്റിക് ആയിട്ട് പേയ്മെന്റ് നമ്മുടെ അക്കൗണ്ടിൽ നിന്ന് പോകുന്ന ഓപ്ഷൻസ് ആയിരിക്കും ഇവർ ചെയ്തു വരുന്നത്. ഇതറിയാത്ത കുട്ടികൾ ഏകദേശം $9 തൊട്ട്, എനിക്ക് തോന്നുന്ന ഏകദേശം $1 തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന, ഏകദേശം 72 രൂപ തൊട്ട് സ്റ്റാർട്ട് ചെയ്യുന്ന ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഇപ്പോൾ പ്ലേ സ്റ്റോറിൽ ലഭ്യമുണ്ട്, പെയ്ഡ് ആയിട്ടുള്ള ആപ്ലിക്കേഷൻ. കാരണം ഇത് അവർ നമ്മളെ കുട്ടികളുടെ ഇതിൽ അല്ലെങ്കിൽ മറ്റുള്ളവരെ ഇതിലേക്ക് ചതിക്കുഴിയിൽ വീഴ്ത്താനായിട്ട് ഇവർ ഈ ആപ്ലിക്കേഷൻ ഓപ്പൺ ചെയ്യുമ്പോൾ ഇവർ ബോട്ടിനെ വെച്ചാണ് ഇവർ മെസ്സേജ് ചെയ്യുന്നത്. അത് നമ്മൾ ഓപ്പൺ ചെയ്ത് നമ്മൾ രജിസ്റ്റർ ചെയ്ത് നമ്മൾ ചാറ്റ് ചെയ്യാൻ തുടങ്ങുമ്പോൾ തന്നെ കുറേ മെസ്സേജുകൾ നമുക്ക് വരും. അതിന്റെ ഡീറ്റെയിൽ ആയിട്ടുള്ള വീഡിയോ ഞാൻ നിങ്ങൾക്ക് ഒരു ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ വരുന്നത് ഞാൻ നിങ്ങളെ കാണിച്ചു തരാം. അപ്പൊ നിങ്ങൾ ഡീറ്റെയിൽ ആയിട്ട് ഈ വീഡിയോ സ്കിപ്പ് ചെയ്യേണ്ട കാരണം. അപ്പൊ ഞാൻ പറഞ്ഞത് എന്തെന്ന് പറഞ്ഞാൽ ഇതുപോലത്തെ ആപ്ലിക്കേഷൻ രജിസ്റ്റർ ചെയ്ത് നമ്മൾ സ്റ്റാർട്ട് ചെയ്യുക, അതായത് മെസ്സേജ് അയക്കുക സ്റ്റാർട്ട് ചെയ്യുമ്പോൾ തന്നെ ഒത്തിരി മെസ്സേജുകൾ നമ്മുടെ ഫോണിലേക്ക് വരും. ഇപ്പോൾ ഒരു ബോയ് ആണ് രജിസ്റ്റർ ചെയ്യണമെങ്കിൽ ലോട്ട് ഓഫ് ഗേൾസിന്റെ പ്രൊഫൈൽ വരും, അവരിൽ നിന്ന് നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് വരും. നമ്മൾ അങ്ങോട്ട് അയക്കേണ്ട, നമുക്ക് ഇങ്ങോട്ട് മെസ്സേജ് വരും. അപ്പൊ നമുക്ക് കാണാൻ പറ്റും, നമ്മൾ ടൈപ്പ് ചെയ്യണതിന് മുന്നേ തന്നെ ഒത്തിരി മെസ്സേജ് നമുക്ക് വന്നുകൊണ്ടിരിക്കും. അപ്പോൾ ഈ ഇതിനെക്കുറിച്ച് അറിയാത്ത കുട്ടികൾ അല്ലെങ്കിൽ മറ്റുള്ളവരാണെങ്കിൽ നമുക്ക് ഭയങ്കര ക്യൂരിയോസിറ്റി ആവും. കാരണം ഇത് ഞാൻ ആദ്യമായിട്ട് കണ്ട് ചെയ്ത് മെസ്സേജ് വന്നുകൊണ്ടിരിക്കുകയാണ്. അപ്പൊ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ ഇവർ നമ്മൾ 2 മെസ്സേജ് അയക്കുമ്പോഴത്തേനും അതുമായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ള നമ്മുടെ കീവേഡ് വായിച്ചു നോക്കും. നമ്മൾ എന്ത് മെസ്സേജ് അയക്കണമെന്നുള്ള കീവേഡ് വായിച്ചു നോക്കും. അപ്പൊ ഈ കീവേഡ് വായിച്ചിട്ട് അതായിട്ട് റിലേറ്റഡ് ആയിട്ടുള്ളത് മെസ്സേജ് പെട്ടെന്ന് തന്നെ അവിടുത്തെ ബോട്ടാണ് ഇതൊക്കെ അയക്കുന്നത്. അതായത് ബോട്ട് എന്ന് പറയുന്നത് കമ്പ്യൂട്ടറാണ് ഈ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുന്നത്. അല്ലാണ്ട് നിങ്ങൾ ഒരു ആപ്ലിക്കേഷനിൽ രജിസ്റ്റർ ചെയ്ത് നിങ്ങൾ വരുന്നതും കാത്തിരിക്കുന്ന പെൺകുട്ടികളല്ല മെസ്സേജ് അയക്കുന്നത്, അല്ലെങ്കിൽ പെൺകുട്ടികളോട് നിങ്ങൾ രജിസ്റ്റർ ചെയ്തിരിക്കുമ്പോൾ നിങ്ങളെ കാത്തിരിക്കുന്ന ആൺകുട്ടികളല്ല മെസ്സേജ് അയക്കുന്നത്. ഇതെല്ലാം കമ്പ്യൂട്ടറൈസ്ഡ് ആയിട്ടുള്ള ഒരു ബോട്ടാണ് ഇതൊക്കെ എല്ലാം ചെയ്യുന്നത്. നിങ്ങൾ ടൈപ്പ് ചെയ്യുന്ന കീവേഡിനനുസരിച്ച് നിമിഷങ്ങൾക്കുള്ളിൽ ആ മോളിൽ അവർ ടൈപ്പ് ചെയ്തുകൊണ്ടിരിക്കും. കാരണം അത് ക്യാപ്ചർ ചെയ്യാനുള്ള ടെക്നോളജിയൊക്കെ ഇപ്പോൾ ലേറ്റസ്റ്റ് ആയിട്ടുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറയുന്നത്, ഇതിനെക്കുറിച്ച് അറിയുന്നതുകൊണ്ടാണ് ഞാൻ പറയുന്നത്. നിങ്ങൾ ഇതുപോലുള്ള കീവേഡ് അല്ലെങ്കിൽ നിങ്ങൾ എന്തെങ്കിലും സെർച്ച് ചെയ്യുമ്പോൾ മലയാളമോ ഇംഗ്ലീഷോ എന്ത് ടൈപ്പ് ചെയ്താൽ തന്നെ ഇതിനനുസരിച്ചുള്ള കീവേഡ് അവർ ഡിറ്റക്ട് ചെയ്തിട്ട് അപ്പം തന്നെ അതിനുള്ള റിപ്ലൈ തരും. അപ്പം നിങ്ങൾ വിചാരിക്കും ഇത് ജെന്യൂൻ ആയിട്ടുള്ള ആളായിരിക്കും അല്ലെങ്കിൽ ഇത് ഒറിജിനൽ ആളായിരിക്കും എന്ന് നമ്മൾ വിചാരിക്കും. പക്ഷെ അവിടെയാണ് നിങ്ങളെ പറ്റിക്കുന്നത്. നിങ്ങൾ ഒരു മെസ്സേജ് അയച്ചു, അവിടുന്ന് ഒരു റിപ്ലൈ തന്നു, അല്ലെങ്കിൽ അവിടുന്ന് ഒരു ഫോട്ടോ തന്നു, ഒരു 2-3 മെസ്സേജിന് വന്നു കഴിയുമ്പോഴത്തേനും പിന്നെ നമുക്ക് മെസ്സേജ് അയക്കണമെങ്കിൽ ഇവർ നമ്മളോട് പറയും പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കണമെന്ന് പറയും. അപ്പോൾ ഒട്ടുമിക്ക ഇതിനെക്കുറിച്ച് അറിയില്ലാത്ത ടീനേജ് ആയിട്ടുള്ള പിള്ളേർ, ആൺകുട്ടികൾ, അതായത് ഡിഗ്രിക്ക് പഠിക്കുന്നതും 10ാം ക്ലാസ് +1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾ എന്താ ചെയ്യുന്നതെന്ന് പറഞ്ഞാൽ പെയ്ഡ് ചെയ്യും. ഇപ്പോൾ ഈ ഓൺലൈൻ ക്ലാസ് നടക്കുമ്പോൾ എല്ലാവരുടെ കയ്യിൽ ഫോണുണ്ട്. അപ്പോൾ ഈ ഫോണിലേക്ക് നമ്മുടെ സ്ക്രോൾ ബാറോ, അതായത് ഗൂഗിളിന്റെ ഏറ്റവും വലിയൊരു പ്രശ്നമാണ് ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻസ് അവർ പരസ്യങ്ങളായിട്ട് വിടും. അപ്പം നമ്മൾ ഏതെങ്കിലും സൈറ്റിലോ കുട്ടികൾ ഏതെങ്കിലും ഗെയിം സൈറ്റിലോ അല്ലെങ്കിൽ എന്തെങ്കിലും സൈറ്റിൽ കയറിയിട്ടുണ്ടെങ്കിൽ ഇതുപോലുള്ള നോട്ടിഫിക്കേഷൻ നമ്മുടെ ഫോണിന്റെ ടോപ്പിലായിട്ട് സ്ക്രോൾ ബാറിൽ വന്നു കിടക്കും.
അപ്പോൾ കുട്ടികൾ നോക്കുമ്പോൾ ഇതുപോലുള്ള ആഡ്സ് കാണുമ്പോൾ ഇവർക്ക് ഒരു ക്യൂരിയോസിറ്റിയാണ് ഇതുപോലത്തുള്ള സൈറ്റുകളിലൊന്ന് കയറി നോക്കാനായിട്ട്. അപ്പോൾ ഞാൻ പറയുവാണെങ്കിൽ ഇതുപോലത്തുള്ള ആഡ്സ് ഒക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. അതായത് ഗൂഗിളിൽ നിന്നുള്ള ആഡ്സ് നമുക്ക് ബ്ലോക്ക് ചെയ്തിടാൻ പറ്റും. അതിനെക്കുറിച്ചൊക്കെയുള്ള ഒരു വീഡിയോ ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നതാണ്, ഫുള്ളായിട്ട് എങ്ങനെ ചെയ്യേണ്ടതെന്നുള്ളത്. അപ്പോൾ ഇതുപോലെ ആഡ്സ് ക്ലിക്ക് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഡയറക്റ്റ് ഇവരുടെ വെബ്സൈറ്റിൽ പോകും. കുട്ടികൾക്ക് ആ സീനറിയും അല്ലെങ്കിൽ ആ പിക്ചറൊക്കെ കണ്ടു കഴിയുമ്പോഴത്തേനും ഒരു ക്യൂരിയോസിറ്റി ഇതൊന്ന് ഇൻസ്റ്റാൾ ചെയ്ത് ചെക്ക് ചെയ്യണം എന്നുള്ളത്. അപ്പോൾ അവർ ചെക്ക് ചെയ്യാനായിട്ട് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ ഏകദേശം ഇപ്പോൾ 18 വയസ്സ് താഴെയാണെങ്കിൽ ഏകദേശം ഡേറ്റിംഗ് ആപ്പുകളിലൊന്നും ചെയ്യാൻ പറ്റുന്നില്ല എന്നാണ് എൻ്റെ അറിവ്. 16 വയസ്സ് വരെ ചെയ്യാൻ പറ്റുന്ന അല്ലെങ്കിൽ 16 കഴിഞ്ഞ 16+ ഡേറ്റിംഗ് ആപ്പുകളാണെന്നാണ് എൻ്റെ ഒരു അറിവ്. അപ്പോൾ എന്താ ചെയ്യണമെന്ന് പറഞ്ഞാൽ മാതാപിതാക്കളുടെ ഡീറ്റെയിൽസ് വെച്ച് ഇവർ ഈ ആപ്ലിക്കേഷൻ്റെ അകത്ത് ലോഗിൻ ചെയ്യും. അതിലാണ് ഏറ്റവും വലിയ പ്രശ്നം ഇരിക്കുന്നത്. കാരണം ഇങ്ങനെ മാതാപിതാക്കളുടെ ഡീറ്റെയിൽ വെച്ച് ലോഗിൻ ചെയ്ത് കഴിയുമ്പോഴത്തേനും ഈ ഫോൺ നമ്പർ നിങ്ങളുടെ ബാങ്കിൻ്റെ അക്കൗണ്ടായിട്ട് ലിങ്ക് ചെയ്തവയായിരിക്കും. അപ്പോൾ ഈ കുട്ടികൾ മെസ്സേജ് അയച്ചുകൊണ്ടിരിക്കുമ്പോൾ ഞാൻ ആദ്യം പറഞ്ഞ പോലെ ഇത് ബ്ലോക്ക് ആവും. അതായത് ഇനി പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാണ്ട് നിങ്ങൾക്ക് ഡേറ്റിംഗ് അല്ലെങ്കിൽ ചാറ്റിംഗ് ചെയ്യാൻ പറ്റില്ലെന്ന് പറഞ്ഞ ഒരു മെസ്സേജ് വരും. അപ്പോൾ കുട്ടികൾ ഈ ഇതിലേക്ക് മുഴുകി ഇവരെ ഒരു താളത്തിന് ഇങ്ങനെ കൊണ്ടുപോയിക്കൊണ്ടിരിക്കുമായിരിക്കും. അപ്പോൾ എന്താ കുട്ടികൾ ചെയ്യണമെന്ന് പറഞ്ഞാൽ പെയ്ഡ് മെമ്പർഷിപ്പ് എടുക്കാൻ നോക്കും. അപ്പോൾ കുട്ടികൾ നോക്കി കഴിയുമ്പോൾ ഏറ്റവും പെയ്ഡ് ആയിട്ട് കിടക്കുന്നത് ഇപ്പോൾ ഡോളർ സൈൻ അറിയാവുന്ന കുട്ടികളാണെങ്കിൽ വിചാരിക്കും $90 അല്ലെങ്കിൽ $80 ഇത് ഡോളറായിട്ട് കൺവേർട്ട് ചെയ്ത് കഴിയുമ്പോഴത്തേനും ഏകദേശം 5000-6000 രൂപയായിട്ട് ഇന്ത്യൻ റുപ്പിയായിട്ട് മാറും. ചിലതിൽ $9 എന്നൊക്കെ ആയിരിക്കും. അത് ഏകദേശം 800-600 ആ റേഞ്ചിൽ തന്നെ ഇന്ത്യൻ റുപ്പിയായിട്ടിരിക്കും. ഡോളറല്ലേ ഉള്ളൂ, നമുക്കൊന്ന് പെയ്ഡ് ചെയ്ത് നോക്കാം, മെമ്പർഷിപ്പ് ഒന്ന് എടുത്ത് നോക്കാം. ഇനി എങ്ങാനും ബിരിയാണി കൊടുത്താലോ എന്ന് ഓർത്തുകൊണ്ടാണ് എല്ലാവരും ഇതുപോലുള്ള മെമ്പർഷിപ്പ് എടുക്കുന്നത്. അപ്പോൾ പിന്നെ ചില കുട്ടികളുണ്ട് ഈ ഡോളർ സൈൻ അറിയില്ലാത്തവരുണ്ട്. അതായത് 10+1 +2 ഒക്കെ പഠിക്കുന്ന കുട്ടികൾക്ക് ഡോളർ സൈൻ തിരിച്ചറിയാത്തവരുണ്ടായിരിക്കും. അപ്പോൾ ഇവരെന്താ ചെയ്യുന്നത്, ഈ $100 100 രൂപയല്ലേ ഉള്ളൂ, എന്തായാലും നമുക്കൊന്ന് 100 രൂപ കൊടുത്തൊന്ന് നോക്കാം. പക്ഷേ $100 എന്നുള്ളവർ ചിന്തിക്കില്ല, 100 രൂപ എന്നുള്ളതായിരിക്കും ചിന്തിക്കുള്ളൂ. അപ്പോൾ ഈ $100 എന്ന് പറഞ്ഞ് ഉള്ളതിൽ അറിയാണ്ട് ഇവർ ക്ലിക്ക് ചെയ്ത് ഇവർ നിങ്ങളുടെ പേരൻസിന്റെ അക്കൗണ്ടിൽ നിന്നും എമൗണ്ട് എടുത്ത് ഇതൊന്ന് പെയ്ഡ് ചെയ്യും. പെയ്ഡ് ചെയ്ത് കഴിഞ്ഞ് കഴിയുമ്പോൾ 7000 ഏകദേശം 8000 രൂപയോളം ബാങ്കിൽ നിന്ന് നഷ്ടപ്പെട്ടു എന്നൊക്കെ ഇവർ അറിയുകയുള്ളൂ. അപ്പോൾ ഇവർക്കൊരു ടെൻഷൻ വരും. ഇത് പേരൻസ് അറിഞ്ഞു കഴിഞ്ഞാലുള്ള പ്രശ്നങ്ങളും അങ്ങനെ കുറെ വരുമ്പോൾ ഇവരിത് ഹൈഡ് ചെയ്യാൻ നോക്കും. അങ്ങനെ കുറെ പ്രശ്നങ്ങളൊക്കെ ഉണ്ടാവും. പക്ഷെ ഞാനത് പിന്നെ പറയാം എന്തുകൊണ്ടൊക്കെയാണ്. അപ്പോൾ ഇങ്ങനെ പെയ്ഡ് ചെയ്യും. പെയ്ഡ് ചെയ്ത് കഴിയുമ്പോഴായിരിക്കും ഇവർക്ക് അബദ്ധം പറ്റുക. കാരണം ഇത് മൊത്തം ഫേക്കാന്നുള്ള കാര്യം ഇവർക്ക് മനസ്സിലാവുക. പിന്നെ ഇവർക്ക് മെസ്സേജ് വന്ന അക്കൗണ്ടിലേക്ക് ഇവർ മെസ്സേജ് അയച്ചാൽ റീപ്ലൈ കാണില്ല. അതുപോലെ ഇവർ നമ്മുടെ വീഡിയോയും ഓഡിയോയും ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അതാണ് ഏറ്റവും വലിയ പ്രശ്നം. നിങ്ങൾ അറിഞ്ഞിരിക്കേണ്ട ഏറ്റവും വലിയൊരു പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ, നിങ്ങൾ ഇതുപോലെ ഡേറ്റിംഗ് ആപ്പുകൾ യൂസ് ചെയ്ത് നിങ്ങൾ ഓഡിയോയും വീഡിയോയും ചെയ്ത് ചാറ്റ് ചെയ്യുമ്പോൾ നിങ്ങളുടെ വീഡിയോയും ഓഡിയോയും ഇവർ ക്യാപ്ചർ ചെയ്യുന്നുണ്ട്. അവർക്ക് അതിനുള്ള ലൈസൻസ് ഉണ്ട്. കാരണം നമ്മൾ അത് അലോ ചെയ്തിട്ടാണ് ഇവരുടെ ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്യുന്നത്. ഒട്ടുമിക്ക ആളുകളും ഇത് ഇൻസ്റ്റാൾ ചെയ്യുമ്പോൾ അറിയാത്തൊരു കാര്യമാണ്, ഇതുപോലുള്ള വീഡിയോ, അതായത് നിങ്ങൾ സംസാരിക്കുന്നത് അല്ലെങ്കിൽ നിങ്ങൾ ചാറ്റ് ചെയ്യുന്ന ഓഡിയോ മെസ്സേജും എല്ലാ സാധനവും ഇവർ ക്യാപ്ചർ ചെയ്തുകൊണ്ടിരിക്കും. ഇത് ഇവർക്ക് പരസ്യമായിട്ട് യൂസ് ചെയ്യാനുള്ള ഒരു ലൈസൻസ് ഇവർക്ക് തന്നെ ഉണ്ട്. അത് ഇവരുടെ പോളിസിയാണ്. അപ്പോൾ ഈ പോളിസിയൊക്കെ എല്ലാവരും കറക്റ്റായിട്ട് വായിച്ച് നോക്കണം. അപ്പോൾ ഇതുപോലെ ഈ $9 $10 എന്ന് പറയുന്ന എമൗണ്ട് കുട്ടികൾ അവരുടെ മാതാപിതാക്കളുടെ അക്കൗണ്ടിൽ നിന്നും പോവുകയും ഓട്ടോമാറ്റിക്കായിട്ട് ഡിഡക്ട് ചെയ്യാവുന്ന ഒരു ഓപ്ഷൻ ആയിരിക്കും ഇതുപോലുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷനിൽ ചെയ്തു വെക്കുന്നത്. അപ്പോൾ ഈ കുട്ടികൾ ഇവർ $10 കൊടുത്തോ അല്ലെങ്കിൽ $5 കൊടുത്തോ ഇതിലൊരു മെമ്പർഷിപ്പ് എടുത്ത് കഴിഞ്ഞിട്ട് പൈസ പോയതുകൊണ്ട് ഇവർ പേടിച്ച് ഒന്നില്ലെങ്കിൽ അൺഇൻസ്റ്റാൾ ചെയ്ത് കളയും. അപ്പോൾ ഇങ്ങനെ ഈ ആപ്ലിക്കേഷൻ കളഞ്ഞു കഴിഞ്ഞാലും മന്ത്ലി ഈ $10 വെച്ച് ഈ അക്കൗണ്ടിൽ നിന്ന് പോകുന്നുണ്ടായിരിക്കും. അപ്പോൾ ഇത് കുറേ നാൾ കഴിഞ്ഞ് കഴിയുമ്പോഴായിരിക്കും മാതാപിതാക്കൾ അറിയുള്ളൂ. കാരണം ഇങ്ങനെ അക്കൗണ്ടിൽ നിന്ന് പൈസ പോകുന്നുണ്ടല്ലോ, എന്താ കാര്യം അന്വേഷിച്ച് പറഞ്ഞ് ഇങ്ങനെ വന്നു കഴിയുമ്പോഴാണ്, ബാങ്കിലൊക്കെ ചെന്ന് കഴിയുമ്പോഴാണ് ഇന്ന അക്കൗണ്ടിലേക്ക് അല്ലെങ്കിൽ മുംബൈ അല്ലെങ്കിൽ മഹാരാഷ്ട്ര രജിസ്റ്റേർഡ് ആയിട്ടുള്ള ഒരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ കമ്പനിയിലേക്ക് ഇങ്ങനെ ഫണ്ടുകൾ പോകുന്നുണ്ടെന്ന് നമ്മൾ അറിയുകയുള്ളൂ. അപ്പോൾ അതൊക്കെ ഭയങ്കര വലിയ പ്രശ്നമാണ്. കാരണം ഡേറ്റിംഗ് ആപ്ലിക്കേഷനിലേക്ക് ഫണ്ട് പോയി കഴിഞ്ഞാൽ നമുക്ക് റിട്ടേൺ കിട്ടുന്നില്ല. അത് അവരുടെ ആപ്ലിക്കേഷനിൽ തന്നെ പറയുന്നുണ്ട്. അവർ ഒരിക്കലും ഈ ഫണ്ട് റീഫണ്ട് ആയിട്ട് നമുക്ക് അല്ലെങ്കിൽ റിട്ടേൺ തരുന്നതല്ല എന്ന് പറയുന്നുണ്ട്. പിന്നെ നമുക്ക് കുറേ പ്രൊസീജിയറൊക്കെ ഉണ്ട്. നമുക്ക് ഇത് ബ്ലോക്ക് ചെയ്യണമെങ്കിൽ, പിന്നെ അതുപോലെ നമ്മുടെ നമ്പറൊക്കെ നമുക്ക് ബ്ലോക്ക് ചെയ്യണം. നമ്മുടെ ബാങ്ക് അക്കൗണ്ടിൽ നിന്ന് നമ്പറും ഇമെയിൽ ഐ ഡിയും ചേഞ്ച് ചെയ്യണം. അങ്ങനെ കുറേ പ്രശ്നങ്ങളൊക്കെ ഉണ്ട്, കുറേ കാര്യങ്ങളൊക്കെ ചെയ്യാനുണ്ട്. പിന്നെ ഇതുപോലത്തുള്ള ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ ഒന്നല്ലെങ്കിൽ നമ്മൾ ആ ആപ്ലിക്കേഷൻ റിക്കവർ ചെയ്തെടുത്തിട്ട് അല്ലെങ്കിൽ ഒന്നുകൂടെ ഇൻസ്റ്റാൾ ചെയ്തിട്ട് നമ്മുടെ അക്കൗണ്ട് ഡിലീറ്റ് ചെയ്ത് കളഞ്ഞിട്ട് പേയ്മെന്റ് ഓപ്ഷൻ നമ്മൾ ഡിസേബിൾ ചെയ്ത് തരണം. അതായത് ഓട്ടോമാറ്റിക് പേയ്മെന്റ് ഓപ്ഷൻ ഡിസേബിൾ ചെയ്തിട്ട്. അപ്പോൾ ഇതൊക്കെ നിങ്ങൾ അറിഞ്ഞിരിക്കണം ഇതുപോലത്തുള്ള ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നതിന് മുന്നേ. അപ്പോൾ നമുക്ക് ആ വീഡിയോയിലേക്ക് ഒന്ന് പോകാം. നമുക്കൊരു ഡേറ്റിംഗ് ആപ്ലിക്കേഷൻ ഇൻസ്റ്റാൾ ചെയ്ത് അതിൽ നടക്കുന്ന തട്ടിപ്പും കാര്യങ്ങളും എന്തൊക്കെയാണെന്നൊക്കെ നമുക്കൊന്ന് കണ്ടു നോക്കാം. അപ്പോൾ ഇതുപോലുള്ള ഈ ആപ്ലിക്കേഷൻ അല്ല, ഇതുപോലുള്ള എല്ലാ ആപ്ലിക്കേഷൻ യൂസ് ചെയ്യുന്നവരോടാണ് ഞാൻ പറയുന്നത്, തീർച്ചയായും ഈ വീഡിയോ കണ്ടിരിക്കണം. ഈ വീഡിയോയിൽ നിന്ന് എന്തെങ്കിലും ഇൻഫർമേഷൻ നിങ്ങൾക്ക് കിട്ടുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ നിങ്ങൾക്ക് എന്തെങ്കിലും ചെറിയ ശതമാനമെങ്കിലും ഇൻഫർമേഷൻ കിട്ടിയിട്ടുണ്ടെങ്കിൽ നിങ്ങളിത് മറ്റുള്ളവരിലേക്ക് ഷെയർ ചെയ്ത് കൊടുക്കുക. കാരണം ഇത് എല്ലാവർക്കും പ്രയോജനപ്പെടുന്ന ഒരു കാര്യമാണ്. അപ്പോൾ നമുക്ക് ആ വീഡിയോയുടെ അല്ലെങ്കിൽ ആ ആപ്ലിക്കേഷൻ്റെ റിവ്യൂ നമുക്ക് ചെയ്തു നോക്കാം. ആൻഡ്രോയിഡ് പ്ലേ സ്റ്റോറിൽ നിന്ന് ഓപ്പൺ ചെയ്യുക.
പ്ലേ സ്റ്റോർ ഓപ്പൺ ചെയ്തിട്ട് അവിടെ ഹാപ്പൻ എന്ന് ടൈപ്പ് ചെയ്യുക. ഇതാണ് ഹാപ്പൻ്റെ സ്പെല്ലിങ്. ഹാപ്പൻ എന്ന് സെർച്ച് ചെയ്യുമ്പോൾ തന്നെ നമുക്ക് മനസ്സിലാവും, ഇത് കാണിക്കുന്നുണ്ട് ഹാപ്പൻ ലോക്കൽ ഡേറ്റിംഗ് ആപ്പ്. കണ്ടോ, ഏകദേശം 50 മില്യൺ ഡൗൺലോഡ്സ് കാണുന്നുണ്ട്. അവർ റേറ്റഡ് കൊടുത്തേക്കണുണ്ടോ, 18+ ആപ്പാണ്, 16 അല്ല 18+ ആപ്പാണ്. ഏകദേശം 32 MB ആണ് ഈ ആപ്ലിക്കേഷൻ്റെ ഫയൽ സൈസ് എന്ന് പറയുന്നത്. 3.9 സ്റ്റാർ റേറ്റിംഗ് ഉണ്ട്. അതുപോലെ 1 മില്യൺ റിവ്യൂസ് കൊടുത്തിട്ടുണ്ട് ഇതിൻ്റെ അകത്ത്. ആദ്യം റിവ്യൂക്ക് നോക്കാം നമുക്ക് എന്താ അവർ പറയണേന്നുള്ളത്. കണ്ടോ, അവർ ആ എബോട്ട്സിൽ തന്നെ കൊടുത്തിട്ടുണ്ട്, ഡേറ്റിംഗ് ആൻഡ് റിലേഷൻഷിപ്പ് ബിഗിൻ ഇൻ റിയൽ ലൈഫ് ഓൺ ഹാപ്പൻ. കണ്ടോ, അതൊക്കെ ഒന്ന് ജസ്റ്റ് വായിച്ച് നോക്കുക. നിങ്ങൾ ഈ ആപ്ലിക്കേഷനൊക്കെ യൂസ് ചെയ്യുന്നതിന് മുമ്പ് അതിൻ്റെ റിവ്യൂസൊക്കെ ഒന്ന് വായിച്ച് നോക്കുക. എന്തായാലും നമുക്ക് ആ ആപ്ലിക്കേഷൻ ഒന്ന് ഇൻസ്റ്റാൾ ചെയ്യാം. കണ്ടോ, കുറേ ഫോട്ടോയൊക്കെ കൊടുത്തിട്ടുണ്ട്. കണ്ടോ, തൊട്ടടുത്ത് കിടക്കുന്നവരെയൊക്കെ കണ്ടുപിടിക്കാന്നൊക്കെ പറഞ്ഞാണ് അവർ കൊടുത്തിരിക്കുന്നത്. കണ്ടോ, ഇതാണ് അവർ ആ മെസ്സേജ് അയക്കുന്ന മെത്തേഡ്. കണ്ടോ, ആ മെസ്സേജ് നമ്മളൊരു മെസ്സേജ് അയക്കുമ്പോഴത്തേനും തിരിച്ച് റിപ്ലൈ വരും. അതുപോലെ നമുക്ക് തിരിച്ച് സെൻഡ് ചെയ്യാനും ലവിൻ്റെ സിമ്പിളൊക്കെ അയച്ചു കൊടുക്കാനായിട്ടൊക്കെ ഇത് കാണിക്കുന്നുണ്ട്. ഇതൊക്കെ ഓരോരുത്തരുടെയും ഫോട്ടോസൊക്കെയാണ് അവരിങ്ങനെ കാണിച്ചു തരുന്നത്. കണ്ടോ, ഇതൊക്കെയാണ് ഇവർ ഫേക്ക് എന്ന് പറയാൻ പറ്റുന്നത്. കണ്ടോ, ഒരിക്കലും ഇതുപോലത്തുള്ള ആപ്ലിക്കേഷൻസ് ഒന്നും യൂസ് ചെയ്യരുത്. നിങ്ങൾക്ക് അറിയാൻ വേണ്ടി മാത്രമാണ് ഞാനിത് ഇൻസ്റ്റാൾ ചെയ്ത് കാണിച്ചു തരുന്നത്. ഇൻസ്റ്റാൾ ആയി എന്ന് തോന്നുന്നു. നമുക്കൊന്ന് ഓപ്പൺ ചെയ്ത് നോക്കാം. ഇൻസ്റ്റാളായി വരുന്നുണ്ട്. അപ്പോൾ അവരുടെ ഹാപ്പൻ്റെയൊക്കെ എംബ്ലമൊക്കെ കൊടുത്തിട്ടുണ്ട് അവർ. അപ്പോൾ അതുപോലെ നമുക്ക് കണ്ടിന്യൂ വിത്ത് ഫേസ്ബുക്ക് കൊടുക്കാം, കണ്ടിന്യൂ വിത്ത് ഗൂഗിൾ കൊടുക്കാം, യൂസ് മൈ എഗ്രിമെൻറ്റും അവരുടെ സർവീസിൻ്റെയൊക്കെ കാര്യങ്ങളൊക്കെയാണ് പറയുന്നത്. നമ്മളതിൽ എഗ്രി ചെയ്താൽ മാത്രമാണ് നമുക്ക് അടുത്ത സ്റ്റെപ്പിലേക്ക് പോകാൻ പറ്റുള്ളൂ. അപ്പോൾ ഞാൻ എഗ്രി ചെയ്തു. കണ്ടോ, ഇവർ നമ്മുടെ ഡേറ്റയൊക്കെ പ്രൊട്ടക്റ്റ് ചെയ്യുന്നുണ്ടെന്ന് പറയുന്നുണ്ട്. പക്ഷെ അതിലുള്ള ആ കാര്യങ്ങളൊക്കെ എങ്ങനെയാണ് മാർക്കറ്റിങ്ങും ആ ടെക്നിക്കൽ റിക്വയർമെൻറ്റൊക്കെ അവർ എഴുതിയേക്കണമെന്നുള്ള കറക്റ്റായിട്ട് വായിച്ച് മനസ്സിലാക്കണം നമ്മൾ അതിൻ്റെ കാര്യങ്ങളൊക്കെ. നമ്മുടെ ഡേറ്റ ഇവർ പ്രൈവസിയൊക്കെ ഉണ്ടെന്നാണ് ഇവർ പറയുന്നത്. പക്ഷെ അതൊക്കെ വെറുതെ പറയുന്നതാണ്. അപ്പോൾ അക്സെപ്റ്റ് കൊടുത്തു. നമ്മുടെ ഫോൺ നമ്പർ എൻ്റർ ചെയ്യണം. അപ്പോൾ അങ്ങനെ ലോഗിനായിട്ട് വന്നിട്ടുണ്ട്. അപ്പോൾ ഇതൊക്കെയാണ് അവരുടെ ആ ഇൻ്റർഫേസ് ആയിട്ട് കാണിക്കുന്നത്. ഇതുപോലെയൊക്കെയാണ് അവർ മെസ്സേജ് അയക്കാനായിട്ട് പറയുന്നത്. പക്ഷെ അതൊന്നും ഒരിക്കലും ചെയ്യരുത് നിങ്ങൾ. ഇത് ഓരോരുത്തരും ഫോട്ടോസൊക്കെയാണ്. ഇതൊക്കെയാണ് ആ ചാറ്റിൻ്റെ ഒരു ഇൻ്റർഫേസ് കാണിച്ചു തരുന്നത്. അതായത് വീഡിയോ കോളിൻ്റെ ഒക്കെ ഇൻ്റർഫേസ്. ഇത് വീഡിയോ കോളിൻ്റെ ഒരു ഇൻ്റർഫേസാണ് ഇവർ കാണിച്ചിരിക്കുന്നത്. അതൊന്നും നിങ്ങൾ യൂസ് ചെയ്യരുത്. യൂസ് ചെയ്യാൻ താല്പര്യമുള്ളവരാണെങ്കിൽ യൂസ് ചെയ്തോളൂ. ഞാൻ പറയുന്നത് ഇതുപോലത്തുള്ള ആപ്ലിക്കേഷൻ യൂസ് ചെയ്യരുത്. അപ്പോൾ എന്തായാലും ഈ വീഡിയോ ഇഷ്ടപ്പെട്ടെങ്കിൽ ലൈക്ക് ചെയ്യുക, ഷെയർ ചെയ്യുക, സബ്സ്ക്രൈബ് ചെയ്യുക.